ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ നിങ്ങളുടെ ഡാലിയ കൊച്ചമ്മ. മർത്തമറിയം വനിതാ സമാജം 2025 കേന്ദ്ര പരീക്ഷയ്ക്ക് ക്രമീകരിച്ചു കിട്ടിയിരിക്കുന്ന വീണ്ടെടുക്കുന്ന ക്രിസ്തു, റൂത്ത്, എസ്തേർ പുസ്തകങ്ങളിലൂടെ റിഡീമിംഗ് ക്രൈസ്റ്റ് ത്രൂ ദ ബുക്സ് ഓഫ് റൂത്ത് ആൻഡ് എസ്തേർ എന്ന പാഠപുസ്തകത്തിന്റെ 6ാമത്തെ ചാപ്റ്റർ ആയിരുന്നു നമ്മുടെ കഴിഞ്ഞ ക്ലാസ്. അതിനെ സംബന്ധിച്ചുള്ള ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, എസ്തേറിന്റെ പുസ്തകം 1-ാം അധ്യായമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് അല്ലെ. പ്രത്യേകിച്ച് ആ ഒരു അധ്യായത്തിന്റെ ഉള്ളടക്കത്തെ പറ്റി നമ്മൾ പറഞ്ഞു. 4 വിഭാഗമായിട്ട് അതിനെ തിരിച്ച് 1-ാമത്തെ ഭാഗം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ രാജാവ് നടത്തുന്നതായിട്ടുള്ള വലിയ വിരുന്നുകളെ പറ്റിയും 2-ാമത്തെ ഭാഗത്ത് രാജ്ഞിയെ രാജകിരീടം അണിഞ്ഞ് വരുവാൻ വേണ്ടിയിട്ട് രാജാവ് നടത്തുന്നതായിട്ടുള്ള ഉത്തരവും വസ്തി രാജ്ഞി അത് നിരസിക്കുന്നതും 13 മുതൽ 21 വരെയുള്ള ഭാഗത്ത് ദ കിങ്സ് കൗൺസിൽ രാജാവ് തന്റെ കൂട്ടത്തിലുള്ളവരോടുള്ള പര്യാലോചനയും അതിനുശേഷം 22-ാം വാക്യത്തിൽ ദ റോയൽ ഡിക്രി രാജകൽപ്പനയും ഒക്കെയാണ് ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന രാജകൽപ്പനയൊക്കെയാണ് നമുക്ക് 1-ാം അധ്യായത്തിന്റെ ഉള്ളടക്കമായിട്ട് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം ഈ ഒരു അധ്യായം നമുക്ക് നൽകുന്നതായിട്ടുള്ള കുറച്ച് വേദശാസ്ത്ര ചിന്തകൾ, തിയോളജിക്കൽ തോട്ട്സ്, ഒരു 4 പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. ഏറ്റവും അവസാന ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഈ അധ്യായം നൽകുന്നതായിട്ടുള്ള ചില പാഠങ്ങൾ, ഒരു 3 പോയിന്റ്സും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ. ആ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സും കൂടി നമുക്ക് നോക്കാം. ഒന്നാമത്, വാട്ട് ഈസ് റെക്കോർഡഡ് ഓർ ഡിസ്കസ്ഡ് ഇൻ ദ ബുക്ക് ഓഫ് എസ്തേർ? എസ്തേറിന്റെ പുസ്തകത്തിൽ എന്താണ് പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് കഴിഞ്ഞ 1-ാമത്തെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ എസ്തേറിന്റെ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മളൊരു എസ്സേ ക്വസ്റ്റ്യൻ തന്നെ പഠിച്ചു അല്ലേ. എന്നാൽ മാർക്ക് നോക്കിയിട്ട് ഇപ്പം ഈ ഒരു ചാപ്റ്ററിന്റെ ഫസ്റ്റത്തെ ഒരു പാരഗ്രാഫ് മാത്രം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എസ്തേറിന്റെ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്? ഇസ്രായേൽ മക്കളെ പ്രവാസത്തിലേക്ക് നയിച്ച ബാബിലോൺ, അതായത് പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ രാജാവായിരുന്ന അഹശ്വേരോഷ് സെർക്സസ് 1-ാമൻ BC 486 മുതൽ 465 വരെയുള്ള കാലത്ത് നടന്ന സംഭവങ്ങളാണ് എസ്തേറിന്റെ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇത് തന്നെ നമ്മൾ എവിടെയും കണ്ടായിരുന്നു. ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ എസ്തേറിന്റെ ഇൻട്രൊഡക്ഷൻ സമയത്തും പഠിച്ചിരുന്നു അല്ലെ. അപ്പം ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ കിങ് സെർക്സസ് 1, അതായത് അഹശ്വേരോഷ് രാജാവിന്റെ കാലത്ത് ബാബിലോണിയൻ സാമ്രാജ്യത്തിൽ നടന്നതായിട്ടുള്ള സംഭവങ്ങളാണ് ഇസ്രായേൽ മക്കളെ പ്രവാസത്തിലേക്ക് നയിച്ചുകൊണ്ട് പോയ ബാബിലോണിയൻ സാമ്രാജ്യത്തിൽ അഹശ്വേരോഷ് രാജാവ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ സംഭവിച്ചതായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് എസ്തേറിന്റെ പുസ്തകത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. The book of Esther records the events that took place during the reign of King Ahasuerus, who was the king of Babylon, Persia, the empire that had led the children of King of Israel to exile. ഇനി 2-ാമതായിട്ട് ദ ബാബിലോണിയൻ എംപയർ എക്സ്റ്റെൻഡഡ് ഫ്രം ഡാഷ് ടു ഡാഷ്. ബാബിലോൺ സാമ്രാജ്യം ഡാഷ് മുതൽ ഡാഷ് വരെ നീണ്ടു കിടന്നു. എവിടം വരെയാണ്? ഹിന്ദു ദേശമായ ഇന്ത്യ മുതൽ കൂഷ് എത്യോപ്യ വരെ നീണ്ടു കിടന്നു എന്നുള്ളതാണ്. ഫ്രം ഇന്ത്യ ടു കൂഷ് എത്യോപ്യ എന്നുള്ളതാണ്. മലയാളത്തിൽ എഴുതണം. ഹിന്ദു ദേശമായ ഇന്ത്യ മുതൽ കൂഷിന് എത്യോപ്യ വരെ നീണ്ടു കിടന്ന സാമ്രാജ്യമായിരുന്നു ബാബിലോണിയൻ സാമ്രാജ്യം. നമ്പർ ഓഫ് പ്രൊവിൻസസ് ഇൻ ബാബിലോണിയൻ എംപയർ. ബാബിലോണിയൻ സാമ്രാജ്യത്തിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 127, 127. എക്സ്പ്ലെയിൻ അബൌട്ട് ദ വാസ്റ്റ് ബാബിലോണിയൻ എംപയർ. അതിവിശാലമായ ബാബിലോണിയൻ സാമ്രാജ്യത്തെ കുറിച്ച് വിശദീകരിക്കുക. ഇംഗ്ലീഷിന്റെ ടെക്സ്റ്റ് ബുക്കിൽ അതിനെപ്പറ്റി ഞാൻ ആ ഒരു പാരഗ്രാഫ് ഞാൻ കണ്ടില്ല. മലയാളത്തിന്റെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിട്ടുണ്ട്, ബാബിലോൺ സാമ്രാജ്യം അതിവിശാലമായിരുന്നു. ഹിന്ദുദേശം ഇന്ത്യ മുതൽ കൂഷ് എത്യോപ്യ വരെ നീണ്ടതും മധ്യ പൗരസ്ത്യ ദേശം മുഴുവനും മാത്രമല്ല ആഫ്രിക്കയുടെ ചില ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതുമായി 127 സംസ്ഥാനങ്ങൾ അടങ്ങിയ അതിവിശാല സാമ്രാജ്യമായിരുന്നു ബാബിലോണിയൻ സാമ്രാജ്യം അല്ലെങ്കിൽ അഹശ്വേരോഷ് രാജാവ് ഭരിച്ചിരുന്നതായിട്ടുള്ള സാമ്രാജ്യം എന്ന് പറയുന്നത്. ഇറ്റ് വാസ് എന്താണ്? The vast Babylonian empire അല്ലെങ്കിൽ the Persian empire which was ruled by King Ahasuerus was stretching from India to Ethiopia and it included 127 provinces എന്നുള്ളതാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. ഇനി 5-ാമത്തെ ചോദ്യം,
Explain the significance of royal feast with the help of Esther chapter 1. എസ്തേർ 1-ാം അധ്യായത്തിന്റെ സഹായത്തോടെ രാജകീയ വിരുന്നുകളുടെ പ്രാധാന്യം വിശദീകരിക്കുക. പ്രത്യേകിച്ച് എഴുതണം. എസ്തേറിന്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രാജകീയ വിരുന്നുകൾ അന്നത്തെ വാഴ്ചയുടെ അവിഭാജ്യ ഘടകമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. റോയൽ ഫീസ്റ്റ് വെർ ഇൻഡിസ്പെൻസിബിൾ ഫോർ ദ റൂളേഴ്സ് ഓഫ് ദോസ് പീരീഡ്. അതുകൊണ്ട് തന്നെ എസ്തേറിന്റെ പുസ്തകത്തിൽ തന്നെ നമുക്ക് ഏകദേശം 7 വിരുന്നുകളുടെ വിവരണം കാണാൻ സാധിക്കും. ഈ ഭാഗത്ത് 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രാജാവ് നടത്തുന്നതായിട്ടുള്ള 2 വിരുന്നുകളെ പറ്റി നമുക്ക് അവിടെ കാണാൻ സാധിക്കും. എന്തൊക്കെയാണ്? ഒന്ന്, അഹശ്വേരോഷ് രാജാവിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ സകല പ്രഭുക്കന്മാർക്കും ഭൃത്യന്മാർക്കും അതുപോലെ പാർസ്യയിലെയും മേദ്യയിലെയും സേനാധിപന്മാർക്കും പ്രഭുക്കന്മാർക്കും സംസ്ഥാനപതികൾക്കും വേണ്ടി നടത്തുന്നതായിട്ടുള്ള വിരുന്നായിരുന്നു. 180 ദിവസം അത് നീണ്ടു നിന്നു. ദി ഫസ്റ്റ് ഫീസ്റ്റ് വാസ് സെലിബ്രേറ്റഡ് for all the nobles and servants of the king, also the commanders and officials of Persia and Media. അതിനുശേഷം പാർസ്യ എന്താണ്, മീഡിയ എന്താണ്, മേദ്യ എന്താണ് എന്നുള്ളതിനെ പറ്റിയുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് ക്വസ്റ്റ്യന്റെ മാർക്ക് അനുസരിച്ചൊക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. അത് എത്ര ദിവസം നീണ്ടു നിന്നു? 180 ദിവസം നീണ്ടു നിന്നു എന്നുള്ളത് എഴുതാം. രണ്ടാമത്തെ വിരുന്ന് എന്ന് പറയുന്നത് 7 ദിവസം നീണ്ടു നിന്ന രണ്ടാമത്തെ വിരുന്ന് രാജധാനിയിൽ ഉദ്യാന പ്രാകാരത്തിൽ വെച്ച് ശൂഷൻ രാജധാനിയിൽ കൂടിയിരുന്ന വലിയവരും ചെറിയവരുമായ എല്ലാ ജനങ്ങൾക്കും വേണ്ടി നടത്തി. The second feast was for all the people who had assembled in the palace of Susa. It was held in the gardens of the palace and it extended for 7 days. അതിനുശേഷം എന്തൊക്കെ എഴുതണം? ഈ വിരുന്നുകളുടെ പ്രത്യേകത. ബാബിലോണിയൻ സാമ്രാജ്യത്തിന്റെയും ഉദ്യാന നഗരമായ ശൂഷന്റെയും പ്രതാപം വിളിച്ചോതുന്ന വിരുന്നുകളായിരുന്നു ഇത്. Each feast showcased the splendor of the Babylonian Empire and the garden city of Susa. അതുപോലെ തൂണുകളും വിലയേറിയ കല്ലുകൾ പതിച്ച അകത്തളങ്ങളും രാജവീതിയിലെ നീല വെള്ള നിറത്തിലുള്ള തിരശീലകളും സ്വർണ വെള്ള നിറത്തിലുള്ള പാനപാത്രങ്ങളും രാജവീഞ്ഞിന്റെ ധാരാളിത്തവും ഇതെല്ലാം ആഡംബരത്തിന്റെ പ്രകടനമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. The majestic pillars, halls studded with precious stones, blue and white curtains on the main road, gold and silver drinking vessels, and abundance of food and drink, especially the royal wine, exhibited the grandeur of Babylonian Empire. അതുപോലെ തന്നെ ഓരോ വിരുന്നിനും അളവറ്റ ധനം ചിലവഴിച്ചിരുന്നു. കൺസിഡറബിൾ എമൗണ്ട് വാസ് എക്സ്പെൻഡഡ് ഓവർ ഈച്ച് ഫീസ്റ്റ്. ഇതെല്ലാം എഴുതി കഴിയുമ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം ആകും. ഇനി അടുത്തത് 6-ാമത്തെ ചോദ്യം. പോയിന്റ് ഔട്ട് ദ ഡീറ്റെയിൽസ് ഓഫ് 2 ഫീസ്റ്റ് കണ്ടക്ടഡ് ബൈ കിങ്. രാജാവ് നടത്തിയ 2 വിരുന്നുകളുടെ വിശദാംശങ്ങൾ നമ്മൾ 3 പോയിന്റ്സ് ആണ് പറഞ്ഞത്. ഒന്ന്, ആദ്യത്തെ വിരുന്ന് എപ്പോഴായിരുന്നു? അഹശ്വേരോഷ് രാജാവിന്റെ വാഴ്ചയുടെ 3-ാമത്തെ വർഷം, ഇനിയും 3-ാമത്തെ ആണ്ടിൽ. ഇനിയും 2-ാമത്തെ വിരുന്ന് ഈ ആദ്യത്തെ വിരുന്നിന് ശേഷം. ആദ്യത്തെ വിരുന്ന് ആർക്ക് വേണ്ടിയാണ്? ഇറ്റ് വാസ് സെലിബ്രേറ്റഡ് ഫോർ ഓൾ ദ നോബിൾസ് ആൻഡ് സെർവൻസ്. എല്ലാ പ്രഭുക്കന്മാർക്കും രാജാവിന്റെ ഭൃത്യന്മാർക്കും, പ്രത്യേകിച്ച് പാർസ്യയിലെയും മേദ്യയിലെയും പ്രഭുക്കന്മാർക്കും സേനാധിപതികൾക്കും അതുപോലെ തന്നെ സംസ്ഥാനപതികൾക്കും വേണ്ടിയായിരുന്നു ആദ്യത്തെ വിരുന്ന് കഴിച്ചത്. 2-ാമത്തെ വിരുന്ന് ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? 2-ാമത്തെ വിരുന്ന് ശൂഷൻ രാജധാനിയിൽ കൂടി വരുന്ന ചെറിയവരും വലിയവരുമായിട്ടുള്ള എല്ലാ ജനങ്ങൾക്കും വേണ്ടിയായിരുന്നു. ഫോർ ഓൾ ദ പീപ്പിൾ ഹു വെർ അസംബിൾഡ് ഇൻ ദ പാലസ് ഓഫ് സൂസ ആൻഡ് ഇറ്റ് വാസ് ഹെൽഡ് ഇൻ ദി ഗാർഡൻസ് ഓഫ് ദി പാലസ്. ആദ്യത്തെ വിരുന്ന് 180 ദിവസമായിരുന്നു. 2-ാമത്തെ വിരുന്ന് 7 ദിവസമായിരുന്നു. അത്രയുമാണ് ആ വിരുന്നുകളുടെ വിശദാംശങ്ങൾ നമുക്ക് മനസ്സിലാക്കാവുന്നത്. ഇനിയും 7-ാമത്തെ ചോദ്യം. വാട്ട് ആർ ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് ദ ഫീസ്റ്റ് കണ്ടക്ടഡ് ബൈ കിങ് അഹശ്വേരോഷ്? അഹശ്വേരോഷ് രാജാവ് നടത്തിയ വിരുന്നുകളുടെ പ്രത്യേകത നമ്മളിപ്പോ പറഞ്ഞ 3 പോയിന്റ്സ് ഒക്കെ തന്നെയാണ്. എന്തൊക്കെയാണ്? ഒന്ന്, ബാബിലോൺ സാമ്രാജ്യത്തിന്റെയും ഉദ്യാന നഗരമായ ശൂഷന്റെയും പ്രതാപം വിളിച്ചോതുന്ന വിരുന്നുകളായിരുന്നു ഇത്. ഈച്ച് ഫീസ്റ്റ് ഷോക്കേസ്ഡ് ദ സ്പ്ലെൻഡർ ഓഫ് ബാബിലോണിയൻ എംപയർ ആൻഡ് ദ ഗാർഡൻ സിറ്റി ഓഫ് സൂസ. ഓരോ വിരുന്നിനും അളവറ്റ ധനം ചിലവഴിച്ചിരുന്നു. കൺസിഡറബിൾ എമൗണ്ട് വാസ് എക്സ്പെൻഡഡ് ഓവർ ഈച്ച് ഫീസ്റ്റ്. അതുപോലെ തന്നെ തൂണുകളും വിലയേറിയ കല്ലുകൾ പതിച്ച അകത്തളങ്ങള്, രാജവീതിയിലെ നീല തിരശീലകൾ, ഇതെല്ലാം തന്നെ ആഡംബരത്തിന്റെ പ്രതീകമായിരുന്നു എന്നുള്ള പോയിന്റുകളൊക്കെ തന്നെ എഴുതിയാൽ മതി ആ ക്വസ്റ്റ്യന്. ഇനി, ഫോർ ഹൗ ലോങ് ഡിഡ് ദ ഫസ്റ്റ് ഫീസ്റ്റ് ലാസ്റ്റഡ്? ആദ്യ വിരുന്ന് എത്ര കാലം നീണ്ടു നിന്നു? 180. ഈ നമ്പേഴ്സ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കണം.
പേർഷ്യൻ എംപയർ അല്ലെങ്കിൽ ഈ ബാബിലോണിയൻ സാമ്രാജ്യത്തിന് എത്ര സംസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു? 127, 127 പ്രൊവിൻസസ്. ഈ ആദ്യ വിരുന്ന് എത്ര നാള് നീണ്ടു നിന്നു? 180 ദിവസം, 180 days എന്നുള്ളത് ഓർത്തിരിക്കണം. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ചോദ്യം, വാട്ട് എക്സിബിറ്റഡ് ദ ഗ്രാൻഡിയർ ഓഫ് ബാബിലോണിയൻ എംപയർ? ബാബിലോണിയൻ സാമ്രാജ്യത്തിന്റെ മഹത്വം പ്രകടമാക്കിയത് എന്തൊക്കെ എന്ന് ചോദിച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എന്താണ്? മജസ്റ്റിക് പില്ലേഴ്സ്, ഹാൾസ് സ്റ്റഡഡ് വിത്ത് പ്രഷ്യസ് സ്റ്റോൺസ്, ബ്ലൂ ആൻഡ് വൈറ്റ് കർട്ടൻസ് ഓൺ ദ മെയിൻ റോഡ്, ഗോൾഡ് ആൻഡ് സിൽവർ ഡ്രിങ്കിങ് വെസൽസ് ആൻഡ് അബണ്ടൻസ് ഓഫ് ഫുഡ് ആൻഡ് ഡ്രിങ്ക്, എസ്പെഷ്യലി റോയൽ വൈൻ exhibited the grandeur of Babylonian Empire. തൂണുകളും വിലയേറിയ കല്ലുകൾ പതിച്ച അകത്തളങ്ങളും രാജവീതിയിലെ നീലയും വെള്ളയും തിരശീലകളും സ്വർണ വെള്ളി പാനപാത്രങ്ങൾ, അതുപോലെ രാജവീഞ്ഞിന്റെ ധാരാളിത്തം, ഇതെല്ലാം ബാബിലോണിയൻ സാമ്രാജ്യത്തിന്റെ ആഡംബരത്തിന്റെ പ്രതീകമായിരുന്നു അല്ലെങ്കിൽ മഹത്വം പ്രകടമാക്കി എന്നുള്ളത് എഴുതണം. On the dash day, King's command was issued, but the queen refused it. ഡാഷ് ദിവസം രാജാവിന്റെ കൽപ്പന പുറപ്പെടുവിച്ചു, അത് രാജ്ഞി നിരസിച്ചു. 7ാം ദിവസം, on the 7th day എന്നുള്ളത് എഴുതണം. 10 ക്വസ്റ്റ്യൻ ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. Why did Queen Vashti refuse King's command? രാജാവിന്റെ കൽപ്പന വസ്തി രാജ്ഞി നിരസിച്ചത് എന്തുകൊണ്ടായിരിക്കാം? ഒരുപക്ഷെ രാജാവിന്റെ ആജ്ഞ മദ്യലഹരിയിലായിരുന്നു എന്ന് രാജ്ഞിക്കറിയാം, അതുകൊണ്ടാവാം. The king was under the influence of wine. 2, സ്ത്രീകൾ മാത്രം നടത്തുന്ന മറ്റൊരു വിരുന്നിൽ നിന്ന് വിളിക്കപ്പെട്ടതുകൊണ്ടാവാം. Or because she was summoned from another gathering of women. അതുപോലെ 3, മദ്യലഹരിയിലിരിക്കുന്ന ആളുകളുടെ ഇടയിൽ സൗന്ദര്യ പ്രദർശനം ഒരു അപമാനകരമായി മാറിയേക്കാം എന്നതുകൊണ്ടോ ആയിരിക്കാം. Perhaps because the public display of her beauty might have seemed disregarding to her. അതുകൊണ്ട് തന്നെയാണ് വസ്തി രാജ്ഞി രാജാവിന്റെ കൽപ്പന നിരസിച്ചത് എന്ന് ചിന്തിക്കാം. മീനിങ് ഓഫ് ദ നെയിം വഷ്ടി, വസ്തി എന്ന വാക്കിന്റെ അല്ലെങ്കിൽ പേരിന്റെ അർത്ഥം സുന്ദരി, ബ്യൂട്ടിഫുൾ എന്നുള്ളതാണ്. How did king react to this disobedience? ഈ അനുസരണക്കേടിനോട് രാജാവ് എങ്ങനെ പ്രതികരിച്ചു? നമ്മൾ പറഞ്ഞു, ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി ആയിരുന്നു അല്ലെ. പുരുഷാധിപത്യം പുലർത്തി വന്ന ആ സമൂഹത്തിൽ രാജാവിന്റെ കൽപ്പന ഒരു സ്ത്രീയായ രാജ്ഞി നിരസിച്ചപ്പോൾ അത് രാജാവിന് വലിയ ദേഷ്യമുണ്ടാക്കി. അങ്ങനെ ഈ പുരുഷ മേധാവിത്വമുള്ള സമൂഹം ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇതിനോട് പ്രതികരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുവേണ്ടി രാജാവ് എന്ത് ചെയ്തു? തന്റെ ഉപദേഷ്ടാക്കന്മാരായിരുന്നു, തന്റെ അടുത്തിരുന്ന പാർസ്യമേദ്യ പ്രഭുക്കന്മാരോടുകൂടി താൻ എപ്രകാരം പ്രതികരിക്കണം എന്ന് അവരോട് ആലോചന കഴിച്ചു. He consults with the nobles from Persia and Media who were seated near him as to how he should respond. അങ്ങനെ അവരുടെ രാജാവിന്റെ ഉപദേഷ്ടാക്കളായ മെമുഖാനും കർഷേനായും ഷേഥാറും ഈ സംഭവത്തെ രാജ്യത്തെ എല്ലാ സ്ത്രീകളെയും തങ്ങളുടെ ഭർത്താക്കന്മാരെ അപമാനിക്കുവാൻ പ്രേരിപ്പിക്കുന്നതായിട്ട് ഇതിനെ വ്യാഖ്യാനിച്ചു. The king's advisors anticipate that Vashti's disobedience would set a precedent for all women to dishonor their husbands എന്ന് അങ്ങനെയാണ് രാജാവിന്റെ അല്ലെങ്കിൽ ഈ ഒരു അനുസരണക്കേടിന് രാജാവ് പര്യാലോചന കഴിച്ചു. അതിന് ആലോചന കഴിച്ചിട്ടുള്ള ഉപദേഷ്ടാക്കൾ ഇങ്ങനെയൊക്കെ അതിനെ തിരിച്ചു ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഇനി who were King Ahasuerus advisors? അഹശ്വേരോഷ് രാജാവിന്റെ ഉപദേഷ്ടാക്കൾ ആരായിരുന്നു? 3 പേരുടെ പേരാണ്, പ്രത്യേകിച്ച് അത് ഓർത്തിരിക്കണം. ആരൊക്കെയാണ്? മെമുഖാൻ, കർഷേന, ഷേഥാർ എന്നുള്ള 3 പേരാണ്. ആരൊക്കെയാണ്? മെമുഖാൻ, കർഷേന, ഷേഥാർ. ഓക്കെ ആണല്ലോ. ഇനിയും അടുത്തത് 15. How did king's advisors anticipate queen's refusal? രാജ്ഞിയുടെ അനുസരണക്കേടിനെ രാജാവിന്റെ ഉപദേഷ്ടാക്കൾ എങ്ങനെ വ്യാഖ്യാനിച്ചു? എന്താണ് ഈ സംഭവത്തെ? രാജാവിന്റെ ഉപദേഷ്ടാക്കളായ മെമുഖാൻ, കർഷേന, ഷേഥാർ എന്നിവർ ഈ സംഭവത്തെ രാജ്യത്തെ എല്ലാ സ്ത്രീകളെയും തങ്ങളുടെ ഭർത്താക്കന്മാരെ അപമാനിക്കാൻ പ്രേരിപ്പിക്കുന്നതായിട്ട് ഈ സംഭവത്തെ വ്യാഖ്യാനിച്ചു. The king's advisors Memucan, Karshena and Shethar anticipate that Vashti's disobedience would set a precedent for all women to dishonor their husbands എന്നുള്ളതാണ്. ഇനി
വാട്ട് വാസ് ദി റെസ്പോൺസ് ഓഫ് കിങ്സ് കൗൺസിൽ വിത്ത് ഹിസ് അഡ്വൈസേഴ്സ്? രാജാവിന്റെ ഉപദേഷ്ടാക്കളോടുള്ള പര്യാലോചനയുടെ അവസാനം അത് എന്തായി തീർന്നു എന്നുള്ളത് അവസാന ഭാഗത്ത് 22-ാം വാക്യത്തിൽ കാണുന്നതായിട്ടുള്ള രാജാവിന്റെ കൽപ്പനയായിട്ട് അത് മാറുകയാണ്. എന്താണ്? വസ്തി രാജ്ഞിയെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യൽ, അവളേക്കാൾ നല്ലവളായ മറ്റൊരു രാജ്ഞിയെ തിരഞ്ഞെടുക്കൽ, എല്ലാ ഭർത്താക്കന്മാരും തങ്ങളുടെ ഗൃഹങ്ങൾ ഭരിക്കണം എന്നുള്ള നിയമം നടപ്പാക്കൽ എന്നിങ്ങനെ ഈ നടപടികളെല്ലാം അടിയന്തരമായി എടുക്കണം എന്ന മെമുഖാന്റെ അഭിപ്രായം രാജാവ് സ്വീകരിക്കുകയും ഇതിനായിട്ട് രാജ്യം മുഴുവൻ എഴുത്തുകൾ അയക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. The king accepted the advice given by Memucan to urgently remove Vashti from her position, to issue a royal order to elect a better bride than her, and to command that every man should rule in his household. He sent letters to every province to this effect. ഇതാണ് നമുക്ക് ഈ രാജാവിന്റെ പര്യാലോചനയുടെ ഉത്തരമായിട്ട് അവസാനമായിട്ട് സൊല്യൂഷനായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇനിയും 17, What all can we understand from the events of chapter 1? 1-ാം അധ്യായത്തിലെ സംഭവങ്ങളിൽ നിന്ന് നമുക്ക് എന്തെല്ലാം മനസ്സിലാക്കുവാൻ സാധിക്കും? രാജകീയ വിരുന്നുകളുടെ പ്രാധാന്യം, the significance of royal feast during that period, മദ്യപാനത്തിന്റെ സാംസ്കാരിക പ്രാധാന്യം, the cultural importance of drinking, പേർഷ്യൻ സാമ്രാജ്യത്തിലെ സ്ത്രീകളുടെ സ്ഥാനം, അതുപോലെ the position of ladies in Persian, of women in Persian empire. ഇത് മൂന്നുമാണ് നമുക്ക് 1-ാം അധ്യായത്തിലൂടെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. Discuss the theological reflections imparted in Esther 1. രാജ്ഞി എസ്തേർ 1 നൽകുന്ന വേദശാസ്ത്ര ചിന്തകൾ വിവരിക്കുക. അതും ഒരു എസ്സേ ക്വസ്റ്റ്യന് സ്കോപ്പ് ഉള്ളതായിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്തൊക്കെയാണ് 1-ാം അധ്യായം നൽകുന്ന വേദശാസ്ത്ര ചിന്തകൾ? 1 എന്തായിരുന്നു? ദൈവത്തിന്റെ സർവാധികാരം മനുഷ്യ അഹങ്കാരത്തെ തകർക്കുന്നു. ഗോഡ്സ് സോവറിനിറ്റി ഡിസ്ട്രോയ്സ് മാൻസ് അറഗൻസ് എന്നുള്ളതാണ്. അഹശ്വേരോഷ് രാജാവിന്റെ ആഡംബരവും അതിന് തുടർന്നുള്ള അഹങ്കാരവും അത് ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായം 30-ാം വാക്യത്തിൽ കാണുന്ന നെബൂഖദ്നേസറിന്റെ സ്വഭാവത്തോട് നമുക്കൊരു റിഫ്ലക്റ്റീവായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അഹങ്കാര വാക്കുകൾ നെബൂഖദ്നേസറിന്റെ വായിൽ നിൽക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ശബ്ദം അവൻ കേട്ടു. ഇവിടെ രാജാവിന്റെ ആഡംബരവും മദ്യപാനവും ഈ വലിയ വിരുന്നുകളും ഒക്കെ അഹങ്കാരത്തിന്റെ പ്രതീകമായിട്ട് മാറുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈ സമൃദ്ധിയിൽ നമ്മൾ അഹങ്കരിക്കുമ്പോൾ 2 കാര്യങ്ങൾ അവിടെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. 1, യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാണ്, അവിടെ ഇരുന്നുകൊണ്ട് മനുഷ്യ മക്കളെ അവൻ നോക്കുന്നു, ശോധന ചെയ്യുന്നു, സൂക്ഷിച്ചു നോക്കുന്നു എന്നുള്ളതാണ്. 2-മതായിട്ട് ദൈവം അഹങ്കാരികളെ എതിർക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. God opposes the proud but gives grace to the humble എന്നുള്ള 2 കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. 2-മത് നൽകുന്നതായിട്ടുള്ള വേദശാസ്ത്ര ചിന്ത ദൈവികമായ ഒരുക്കത്തിന്റെ രഹസ്യങ്ങൾ. വസ്തി രാജ്ഞിയുടെ അനുസരണക്കേട് അത് എന്തിനു വേണ്ടി വഴിതെളിക്കുകയാണ്? എസ്തേറിന്റെ സ്ഥാനത്തിലേക്കുള്ള കയറ്റവും അത് വഴിയായിട്ട് യഹൂദ ജനത്തിന്റെ വിടുതലിന് വേണ്ടിയിട്ട് വഴിതെളിയിക്കുകയാണ് അല്ലെ. അതുപോലെ തന്നെ യൗസേപ്പിന്റെ ജീവിതത്തിലും നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ വലിയ ഒരു സംഭവത്തിന് വേണ്ടിയുള്ള വഴിതെളിക്കലായിട്ട് ദൈവത്തിന്റെ രഹസ്യാത്മകമായിട്ടുള്ള ഒരുക്കമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 3-മതായിട്ട് രാജ്ഞിയുടെ അനുസരണക്കേടിനോടുള്ള പൊതു പ്രതികരണം എന്ന് പറയുന്നത് എന്തായിരുന്നു? വലിയ സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്നവർ ചെയ്യുന്നതും അല്ലെങ്കിൽ അവരുടെ ആക്ഷൻസ് ആൻഡ് റെസ്പോൺസസ് വിൽ ബി വാച്ച്ഡ് ആൻഡ് ഇമിറ്റേറ്റഡ് ബൈ ദ സൊസൈറ്റി. സമൂഹം അതിനെ കാണുകയും അനുകരിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളത് അന്നേ പ്രസക്തമായ ഒരു ചിന്തയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് രാജാവിനോട് മാത്രമല്ല സകല പ്രഭുക്കന്മാരോടും വന്നുകൂടിയിരിക്കുന്ന എല്ലാവരോടുമുള്ള സകല ജാതികളോടുമുള്ള അന്യായമായിട്ട് അതിനെ കാണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ സകല ഭാര്യമാരും തങ്ങളുടെ ചെറിയവരും വലിയവരുമായിട്ടുള്ള ഭർത്താക്കന്മാരോട് അനുസരണത്തോടുകൂടി ഇരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുവാൻ തക്കവണ്ണമുള്ള കാര്യങ്ങളാണ് അതിനുശേഷം അഡ്വൈസേഴ്സ് ആയിട്ടുള്ള ഉപദേഷ്ടാക്കളോട് ചേർന്ന് രാജാവ് അവിടെ ഒരുക്കുന്നത്. ഇത് നമുക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണ്. എന്താണ്? ടു കീപ് അവർ കണ്ടക്ട് ഇൻ വാട്ട് എവർ പൊസിഷൻ വി ആർ. അവസാന ഭാഗത്ത് വഷ്ടിയുടെ പ്രതികരണത്തെ ഒരു ഫെമിനിസ്റ്റിക് സ്റ്റഡിയും കൂടെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. വളരെ ധീരമായിട്ടുള്ള ഒരു പ്രകടനമായിട്ടും സ്ത്രീകളുടെ അന്തസ്സിന് വേണ്ടിയിട്ടുള്ള നിലപാടായിട്ടും രാഷ്ട്രീയ സാമൂഹിക അധികാരികളുടെ അധികാര ദുരുപയോഗത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നായിട്ടും ധീരമായിട്ടുള്ള ഒരു നിലപാടായിട്ടും നമുക്ക് ഇതിനെ കാണാൻ സാധിക്കും. അതെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം.
അടുത്ത ചോദ്യം, ക്വീൻ വഷ്ടീസ് റെസ്പോൺസ് എ ഫെമിനിസ്റ്റിക് റിഫ്ലക്ഷൻ എക്സ്പ്ലെയിൻ. അത് മാത്രം തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. വസ്തി രാജ്ഞിയുടെ പ്രതികരണം, ഒരു സ്ത്രീപക്ഷ വിശകലനം, വിശദീകരിക്കുക. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എഴുതാം. എന്താണ് വസ്തി രാജ്ഞിയുടെ അനുസരണക്കേടിനെ പറ്റി പറയുമ്പോഴും വസ്തിയുടെയും എസ്തേറിന്റെയും വ്യക്തിത്വങ്ങളെ കുറിച്ചുള്ള പഠനങ്ങളും ധാരാളം നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്താണ് ധീരതയുടെ പ്രകടനമായും സ്ത്രീകളുടെ അന്തസ്സിനായുള്ള നിലപാടായും വസ്തിയുടെ പ്രതികരണം കണക്കിലെടുത്തുകൊണ്ടുള്ള വ്യാഖ്യാനങ്ങൾ രാഷ്ട്രീയ സാമൂഹിക അധികാരികളുടെ ദുരുപയോഗത്തിനെതിരെയുള്ള വസ്തിയുടെ ധീരമായ നിലപാടായിട്ടും പരിഗണിക്കപ്പെടാറുണ്ട്. ഈ പോയിന്റ്സ് എല്ലാം എഴുതുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. എന്താണ് ഇറ്റ് വാസ് എ courageous act, a bold stand to uphold the dignity of women, a courageous response against the political and social powers of the time എന്ന് നമുക്ക് ആ രീതിയിലും ഇതിനെ വളരെ പോസിറ്റീവായിട്ട് കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കും. വിച്ച് ആർ ദി കീ ലെസൺസ് ഫ്രം എസ്തേർ 1. എസ്തേർ 1 നിന്നുള്ള പ്രധാന പാഠങ്ങൾ എന്തൊക്കെയാണ്? 3 പോയിന്റ്സ് ആണ്. അത് 2 മാർക്കിനോ 3 മാർക്കിനോ ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. എന്തൊക്കെയാണ്? 1, God works secretly on behalf of his people. ദൈവം തന്റെ ജനത്തിനായിട്ട് രഹസ്യമായി പ്രവർത്തിക്കുന്നു. 1 വിരുന്നുകളുടെ ഒക്കെ ഒരു അധ്യായമാണ്. അതിന്റെ പുറകിലുള്ള സംഭവങ്ങളാണെങ്കിലും ഇതിന്റെയൊക്കെ പുറകിൽ തന്റെ ജനത്തിന് വേണ്ടി രഹസ്യമായിട്ട് പ്രവർത്തിക്കുന്ന ദൈവത്തെയാണ് നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. രണ്ടാമതായിട്ട്, ഗോഡ് ഒപ്പോസസ് പ്രൈഡ് ബിക്കോസ് പ്രൈഡ് ഓൾവേസ് ലീഡ് ടു എ ഫെയിൽ. ഈ ഒരു അധ്യായം മുഴുവൻ രാജാവിന്റെയും ഈ ഒരു ആഡംബരത്തിന്റെയും അഹങ്കാരത്തിന്റെയും ഒക്കെ ഉള്ള ഒരു എടുത്തുകാട്ടലാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ദൈവം അഹങ്കാരം ഇഷ്ടപ്പെടുന്നില്ല. മനുഷ്യരുടെ അഹങ്കാരം എപ്പോഴും അത് പതനത്തിലേക്ക് നയിക്കുന്നു, വീഴ്ചയിലേക്ക് നയിക്കുന്നു എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് 1-ാമത്തെ അധ്യായം. 3, വിസ്ഡം ആൻഡ് ഒബീഡിയൻസ് ആർ ദി അഡോർൺമെന്റ്സ് ഓഫ് വുമൻ. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വിവേകം, അനുസരണ എന്നുള്ളതാണ് അവളുടെ അലങ്കാരം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടെയാണ് ഈ ഒരു അധ്യായം നമുക്ക് നൽകുന്നത്. അപ്പം 1-ാമത്തെ എസ്തേറിന്റെ പുസ്തകം 1-ാം അധ്യായത്തെ ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങളാണ്. ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 6, അതായത് രാജകീയ അഹങ്കാരത്തിന്റെ പതനവും ദൈവീക പ്രതീക്ഷയുടെ ഉദയവും എന്നുള്ള ചാപ്റ്ററിനെ ആസ്പദമാക്കിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കണ്ടത്. ഡീറ്റെയിൽഡ് ആയിട്ട് കൂടുതലായിട്ട് പഠിക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. ദൈവം നമ്മളെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.